സിപിഐയുടെ നേതൃത്വത്തിൽ ദളിത് അവകാശ സംരക്ഷണ സെമിനാർ മാവേലിക്കരയിൽ നടത്തി. സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് സെമിനാർ സംഘടിപ്പിച്ചത്. സിപിഐ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ദളിത് അവകാശ സംരക്ഷണ സെമിനാറാണ് മാവേലിക്കരയിൽ സംഘടിപ്പിച്ചത്. മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ചന്ദ്രു സെമിനാർ ഉദ്ഘാടനം ചെയ്തു. വലിയ ലക്ഷ്യങ്ങൾക്കുള്ള ഇന്ത്യയിലെ 5-1 വിഭാഗം ദളിതരാണ്. 140 കോടി ജനങ്ങളിൽ 35 കോടി ജനങ്ങളെ മനുഷ്യരായി പരിഗണിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. Rajasthan bar passed a resolution. How you can have a Manu statue in the High Court? Are we administering Manu? Are we living by Manu Dharma? There is no question. Some 4 years back, 2 women got into the statue and put the black paint on the Manu statue. Policemen arrested them, took them to the police station and recorded their statement. The Thana man asked the ladies, why did you put black paint? The 2 ladies gave a statement. KPMS ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ സെമിനാറിൽ പങ്കെടുത്തു. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭകളിൽ ദളിതരെ മന്ത്രിമാരാക്കുന്നില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് കുറെ കാലം ഇങ്ങോട്ട് പരിശോധിച്ചാൽ ഈ വിഭാഗങ്ങളുടെ ഇടയിൽ നിന്നൊരു മന്ത്രി ഉണ്ടാകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ് 57 ഗവൺമെന്റിലെ ചാത്തൻ മാസ്റ്റർ, അതിനുശേഷം അച്യുതമേനോൻ ഗവൺമെന്റിലെയും അതുപോലെ തന്നെ വയനാട് ഗവൺമെന്റിലും പ്രാതിനിധ്യം ഉണ്ടായിരുന്ന അങ്ങനെ തലയെടുപ്പോടുകൂടി നിന്ന് അതിനുശേഷം ഉണ്ടായിട്ടില്ല. ഇവിടെ ശ്രീമതി ഭാർഗവി തങ്കപ്പൻ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു. ഇടയിൽ പിന്നെ വന്ന ഡെപ്യൂട്ടി സ്പീക്കർമാരെ നമ്മൾ പരിശോധിച്ചാൽ CA കുര്യൻ, മണ്ണാർക്കാട് നിന്നുള്ള ശ്രീ ജോസ് ബേബി, അവരൊക്കെ ഒഴിച്ചാൽ പിന്നീട് ഇങ്ങോട്ടുള്ള ശ്രീ V ശശി, ഇപ്പൊ ശ്രീ ചിറ്റയം ഗോപകുമാർ ആ മേഖലയിലേക്ക് വരുന്നില്ല. അപ്പൊ ഈ പട്ടിക വിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സെമിനാർ സംഘടിപ്പിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു കറക്റ്റിംഗ് ഫോഴ്സായി ഞങ്ങളും നിൽക്കും, ഞങ്ങളെ സംരക്ഷിക്കാൻ പാർട്ടിയും നിൽക്കണം എന്ന അഭിപ്രായമാണ് എനിക്ക് ഈ സെമിനാറിൽ പങ്കുവയ്ക്കാനുള്ളത്. കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് മോഡറേറ്ററായി. ന്യൂസ് ബ്യൂറോ, മാവേലിക്കര.